നമസ്കാരം. എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 തുല്യത 2024 ഹിസ്റ്ററി മാതൃകാ ചോദ്യപേപ്പർ വിശകലനം രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാം ഭാഗത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യപേപ്പർ നോക്കാം. 10 മുതലുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. 10 മുതൽ 18 വരെയുള്ള ഏതെങ്കിലും 8 ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. 10ാമത്തെ ചോദ്യം, ഹരപ്പൻ സംസ്കാരത്തിലെ 2 കടലോര അധിവാസ കേന്ദ്രങ്ങൾ ഏതാണെന്നാണ്. നാഗേശ്വരം, ബലാക്കോട്ട് എന്നിവയാണ് ഹരപ്പൻ സംസ്കാരത്തിലെ 2 കടലോര അധിവാസ കേന്ദ്രങ്ങൾ. ഏതൊക്കെയാണ്? നാഗേശ്വരം, ബലാക്കോട്ട് എന്നിവയാണ് ഹരപ്പൻ സംസ്കാരത്തിലെ 2 കടലോര അധിവാസ കേന്ദ്രങ്ങൾ. ഇവിടങ്ങളിൽ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ധാരാളമായി ലഭിച്ചിരുന്നു. അതുകൊണ്ട് പ്രധാന കരകൗശല നിർമ്മാണ കേന്ദ്രങ്ങളും ഇവിടെ സ്ഥിതി ചെയ്തിരുന്നു. ചിപ്പികൾ ഉപയോഗിച്ചുള്ള കരകൗശല വസ്തുക്കളാണ് പ്രധാനമായും ഇവിടങ്ങളിൽ നിർമ്മിച്ചിരുന്നത്. 11ാമത്തെ ചോദ്യം, 2 മഹാജനപദങ്ങളുടെ പേരെഴുതുക. രാഷ്ട്രങ്ങളുടെ ആദ്യകാല രൂപങ്ങളായിരുന്നു മഹാജനപദങ്ങളെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം മഗധയായിരുന്നു മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത്. മഗധ, കോസലം, അശ്മകം, അവന്തി, ഗാന്ധാരം എന്ന് തുടങ്ങി 16 മഹാജനപദങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും 2 പേരെഴുതിയാൽ മതി. മഗധ കോസലം എന്നോ മഗധ ഗാന്ധാരം എന്നോ ഏതെങ്കിലും 2 എഴുതുക. 12ാമത്തെ ചോദ്യം, സിയാറത്ത്, ഖവാലി ഇവ എന്തെന്ന് വ്യക്തമാക്കുക. ആദ്യമേ സിയാറത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. സൂഫി വര്യന്മാരുടെ ആത്മീയാനുഗ്രഹം ലഭിക്കുമെന്ന വിശ്വാസത്താൽ അവരുടെ ശവകുടീരങ്ങളിലേക്ക് നടത്തുന്ന തീർത്ഥാടനത്തെയാണ് സിയാറത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സിയാറത്ത് എന്ന് വെച്ചാൽ സൂഫി വര്യന്മാരുടെ ആത്മീയ അനുഗ്രഹം ലഭിക്കുമെന്ന വിശ്വാസത്താൽ അവരുടെ ശവകുടീരങ്ങളിലേക്ക് നടത്തുന്ന തീർത്ഥാടനത്തെയാണ് സിയാറത്ത് എന്ന് പറയുന്നത്. ഇന്നും ധാരാളം ആളുകൾ തീർത്ഥാടനം നടത്തുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് രാജസ്ഥാനിലെ അജ്മീറിലുള്ള ഖാജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ദർഗ. അടുത്തത് ഖവാലി എന്താണെന്ന് നോക്കാം. ഉറുദു ഭാഷയിലെ ഭാരതീയ സൂഫി പാരമ്പര്യത്തിലുള്ള ഭക്തിഗാന ശാഖയാണ് ഖവാലി. അപ്പോൾ ഉറുദു ഭാഷയിലെ ഭാരതീയ സൂഫി പാരമ്പര്യത്തിലുള്ള ഭക്തിഗാന ശാഖയാണ് ഖവാലി എന്ന് പറയുന്നത്. പ്രത്യേക പരിശീലനം സിദ്ധിച്ച സംഗീതജ്ഞരാണ് ഖവാലികൾ. ഒരു ഗായകൻ പാടുകയും മറ്റുള്ളവർ കൈകൊട്ടി ഏറ്റുപാടുന്ന രീതിയുമാണ് ഖവാലിയിലുള്ളത്. 13ാമത്തെ ചോദ്യം, മീരാബായിയെ കുറിച്ച് ലഘു കുറിപ്പെഴുതുക. ഭക്തി പാരമ്പര്യത്തിലെ ഏറ്റവും പ്രസിദ്ധയായ കവിയത്രിയും തികഞ്ഞ കൃഷ്ണഭക്തയുമായിരുന്നു മീരാബായി. ഭക്തിയുടെ സാരാംശം ഉൾക്കൊണ്ട് അചഞ്ചലമായി ജീവിച്ച ഒരു ഭക്തയായിരുന്നു അവർ. മീരാബായിയുടെ ജീവചരിത്രം പുനർനിർമ്മിച്ചിട്ടുള്ളത് അവരുടെ ഭജനകളിൽ നിന്നാണ്. മീരാബായി രചിച്ച ഭജനകളെല്ലാം കൃഷ്ണനെ സംബോധന ചെയ്തുകൊണ്ടുള്ള ഭക്തിഗാനങ്ങളാണ്. അനുയായികളോ സംഘമോ ഒന്നുമില്ലാതിരുന്നിട്ടും നൂറ്റാണ്ടുകളായി പ്രചോദനത്തിന്റെ ഉറവിടമായി മീരാബായി അംഗീകരിക്കപ്പെട്ടു. അടുത്തത് 14ാമത്തെ ചോദ്യമാണ്, മുഗളന്മാരുടെ ഏതെങ്കിലും 2 തലസ്ഥാനങ്ങളുടെ പേരെഴുതുക. അപ്പം നമുക്ക് ആഗ്ര, ലാഹോർ എന്നിങ്ങനെ 2 തലസ്ഥാനങ്ങളുടെ പേരെഴുതാം. മുഗളന്മാരുടെ 4 തലസ്ഥാനങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ആഗ്രയും ലാഹോറും കൂടാതെ ഫത്തേപൂർ സിക്രി, ഷാജഹാനാബാദ് എന്നിവയും മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനങ്ങളായിരുന്നു. അപ്പം നമുക്ക് ചോദിച്ചിരിക്കുന്നത് മുഗളന്മാരുടെ ഏതെങ്കിലും 2 തലസ്ഥാനങ്ങളുടെ പേരെഴുതാനാണ്. അപ്പോൾ ആഗ്ര, ലാഹോർ എന്നിങ്ങനെ എഴുതാം. 15ാമത്തെ ചോദ്യം, ജമ, ഹസൽ എന്നിവ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുഗളന്മാരുടെ ഭൂനികുതി സമ്പ്രദായത്തിന് 2 ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അവയാണ് ജമ, ഹസൽ എന്ന് വിളിച്ചിരുന്നത്. അപ്പം മുഗളന്മാരുടെ ഭൂനികുതി സമ്പ്രദായത്തിന് 2 ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അവയാണ് ജമ, ഹസൽ എന്ന് വിളിച്ചിരുന്നത്. ഇതിൽ ഭൂനികുതിയെ നിശ്ചയിച്ചിരുന്ന തുകയെ ജമയെന്നും ഭൂനികുതി പിരിച്ചെടുക്കുന്ന തുകയെ ഹസൽ എന്നും പറയുന്നു. അപ്പം എന്താണ്? ഭൂനികുതിയായി നിശ്ചയിക്കുന്ന തുകയെ ജമ എന്നും ഭൂനികുതിയായി പിരിച്ചെടുക്കുന്ന തുകയെ ഹസൽ എന്നും പറയുന്നു. 16ാമത്തെ ചോദ്യം,
ജോട്ടേദാർമാർ ആരായിരുന്നു എന്നാണ്. നമുക്ക് നോക്കാം. ബംഗാളിലെ ധനികരായ കർഷകരെയാണ് ജോട്ടേദാർമാർ എന്ന് വിളിച്ചിരുന്നത്. എന്താണ്? ബംഗാളിലെ ധനികരായ കർഷകരെയാണ് ജോട്ടേദാർമാർ എന്ന് വിളിച്ചിരുന്നത്. ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി കൈവശമുണ്ടായിരുന്നവരാണ് ജോട്ടേദാർമാർ. പ്രാദേശിക വ്യാപാരം നിയന്ത്രിച്ചിരുന്ന ഇവർ ഗ്രാമപ്രദേശങ്ങളിൽ ശക്തരായിരുന്നു. ജോട്ടേദാർമാർ കർഷകർക്ക് പലിശയ്ക്ക് പണവും നൽകിയിരുന്നു. ഹവേലദാർസ്, ഗാന്ധിദാർസ് എന്നീ പേരുകളിലും ജോട്ടേദാർമാർ അറിയപ്പെട്ടിരുന്നു. 17ാമത്തെ ചോദ്യം. 1857 കലാപവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രണ്ട് അഭ്യൂഹങ്ങൾ എഴുതുക. 1857 കലാപങ്ങൾക്ക് തുടക്കം കുറിച്ച അഭ്യൂഹങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൈനികർക്ക് നൽകിയ പുതിയ ഇനം എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്നതിന് കൊഴുപ്പ് പുരട്ടിയ വെടിയുണ്ടകൾ ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്നു. ഈ തിരകളിൽ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടെന്ന വാർത്ത വരുന്നു. പന്നിയുടെ കൊഴുപ്പ് മുസ്ലിങ്ങൾക്കും പശുവിൻ്റെ കൊഴുപ്പ് ഹിന്ദുക്കൾക്കും നിഷിദ്ധമായാണ് കണക്കാക്കിയിരുന്നത്. ഇത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മതവിശ്വാസം തകർക്കുന്നതിനുള്ള ശ്രമമാണെന്നാണ് ഒരു അഭ്യൂഹം. രണ്ടാമത്തെ അഭ്യൂഹം, പട്ടാള ക്യാമ്പിൽ വിതരണം ചെയ്യുന്ന ആട്ടയിൽ പശുവിൻ്റെയും പന്നിയുടെയും എല്ലുപൊടി കലർന്നിട്ടുണ്ടെന്നായിരുന്നു. ഇതുമൂലം ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ പട്ടാളക്കാർ ആട്ട തൊടാൻ പോലും വിസമ്മതിച്ചു. 18ാമത്തെ ചോദ്യം. മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവിതാംകൂറിൽ ആധുനികവൽക്കരണത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരിയും ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനുമായിരുന്നു മാർത്താണ്ഡവർമ്മ. കാര്യക്ഷമമായ നിരവധി ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഭൂമിയെ അളന്നു തിട്ടപ്പെടുത്തി നികുതി നിർണയിക്കുകയും ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാസം, പണ്ടാരവക എന്നിങ്ങനെ 4ആയി തിരിക്കുകയും ചെയ്തു. 8 വീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. 1750 ജനുവരി 3 തിരുവിതാംകൂർ രാജ്യത്തെ ശ്രീപത്മനാഭന് ദാനമായി സമർപ്പിച്ചു. ഇതിനെ തൃപ്പടിദാനം എന്ന് പറയുന്നു. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോൾ തൃപ്പണിദാനം എന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ രാജ്യത്തെ ശ്രീപത്മനാഭന് ദാനമായി സമർപ്പിച്ചു. ഇതിനെയാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. പതിവ് കണക്ക് എന്ന പേരിൽ വാർഷിക കണക്ക് അവതരിപ്പിക്കുകയും തന്റെ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ പരിശീലിപ്പിക്കുകയും ചെയ്തു. ഇത് 2 മാർക്കിന്റെ ചോദ്യമായതുകൊണ്ട് ഇത്ര എഴുതണമെന്നില്ല. ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം എഴുതിയാൽ മതി. അടുത്തതായി 19 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം നൽകാനാണ്. ഓരോന്നിനും 3 സ്കോർ വീതമാണ്. 19ാമത്തെ ചോദ്യം, ജൈനമതത്തെക്കുറിച്ച് ലഘുക്കുറിപ്പ് തയ്യാറാക്കാനാണ്. നമുക്ക് ജൈനമതത്തെക്കുറിച്ച് നോക്കാം. വർദ്ധമാന മഹാവീരനാണ് ജൈനമത സ്ഥാപകൻ. ജൈനമതത്തിലെ സന്യാസിമാരെ തീർത്ഥങ്കരന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ജൈനമതത്തിലെ സന്യാസിമാരെ തീർത്ഥങ്കരന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. 24 തീർത്ഥങ്കരന്മാരായിരുന്നു ജൈനമതത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 24ാമത്തെ സന്യാസിയായിരുന്നു വർദ്ധമാന മഹാവീരൻ. 1ാമത്തേത് ഋഷഭദേവനും 23ാമത്തേത് പാർശ്വനാഥനുമായിരുന്നു. ജൈനമത തത്വങ്ങൾ പ്രകാരം എല്ലാ വസ്തുക്കൾക്കും ജീവനും ആത്മാവുമുണ്ടെന്നും ജീവനുള്ള വസ്തുക്കളെയൊന്നും ഉപദ്രവിക്കരുതെന്നും പറയുന്നു. കൂടാതെ മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം മോക്ഷം നേടലാണെന്നും മോക്ഷം കൈവരിക്കണമെങ്കിൽ കർമ്മം ശുദ്ധമാവണമെന്നും അതിന് സന്യാസ ജീവിതം ആവശ്യമാണെന്നും പറയുന്നു. ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ശരിയായ വിശ്വാസം എന്നിവയാണ്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ലളിതമായ ആശയങ്ങളാണ് ജൈനമതത്തിലുള്ളത്. 20ാമത്തെ ചോദ്യം, ക്യാബിനറ്റ് മിഷനെ കുറിച്ച് ചുരുക്കി വിവരിക്കുക. നമുക്ക് ക്യാബിനറ്റ് മിഷൻ എന്താണെന്ന് നോക്കാം. 1946 മാർച്ചിൽ അധികാര കൈമാറ്റത്തെക്കുറിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച ചെയ്യാൻ പെതിക് ലോറൻസ്, സർ സ്റ്റഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ എന്നിവരടങ്ങുന്ന ഒരു ക്യാബിനറ്റ് മിഷനെ ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് അയച്ചു. ഈ ക്യാബിനറ്റ് മിഷൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രിട്ടീഷ് പ്രവിശ്യകളെയും നാട്ടുരാജ്യങ്ങളെയും ഉൾപ്പെടുത്തി ഒരു ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കണം. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവ യൂണിയൻ കൈകാര്യം ചെയ്യും. ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കണം. ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കണം. ഈ നിർദ്ദേശങ്ങളാണ് ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വച്ചത്.
ക്യാബിനറ്റ് മിഷന്റെ വരവോടുകൂടിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടിയത്. 21ാമത്തെ ചോദ്യം, ഇന്ത്യ വിഭജനം സ്ത്രീകളെ എപ്രകാരമാണ് ബാധിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 1947 ഇന്ത്യ വിഭജന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് സ്ത്രീകളായിരുന്നു. കാരണം വളരെയധികം സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകപ്പെട്ട സ്ത്രീകൾ തങ്ങളുടെ ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ട് തിരികെ പോകുവാൻ യാതൊരു മാർഗവുമില്ലാതെ അപരിചിതമായ നാടുകളിൽ അപരിചിതമായ സാഹചര്യങ്ങളിൽ പുതിയ ജീവിതം നയിക്കുവാൻ നിർബന്ധിതരായി. ഇതിൽ നിന്നും ഇന്ത്യ വിഭജനത്തിന്റെ ഏറ്റവും ക്രൂരമായ ഇരകളാണ് സ്ത്രീകളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിലും ഇതിൽ ഭൂരിഭാഗം പേരും പുതിയ സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരുകയും പുതിയ കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്തു. അടുത്തത് 22 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം നൽകാനാണ്. ഓരോന്നിനും 4 സ്കോർ വീതമാണ്. ചോദ്യം 22. ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എഴുതുക. ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് നിരവധി കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വരൾച്ചയും വനനശീകരണവും, കാലാവസ്ഥാ വ്യതിയാനം, സിന്ധു നദിയിലെ വെള്ളപ്പൊക്കം, നദികൾ ഗതിമാറി ഒഴുകിയതും അവയിലെ വരൾച്ചയും, തുടർച്ചയായ കൃഷി മണ്ണിന്റെ ഫലഭൂയിഷ്ഠത ഇല്ലാതാക്കിയത് മൂലമുള്ള കൃഷിനാശം, ഇവയെല്ലാം ഹരപ്പൻ സംസ്കാരത്തിന്റെ പതനത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ്. കൂടാതെ ആര്യന്മാരുടെ ആക്രമണവും ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. 23ാമത്തെ ചോദ്യം, വീരശൈവ പ്രസ്ഥാനത്തെക്കുറിച്ച് വിവരിക്കുക. 12ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപം കൊണ്ട ഒരു ഭക്തി പ്രസ്ഥാനമായിരുന്നു വീരശൈവ പ്രസ്ഥാനം. ബസവണ്ണയാണ് ഇതിന് നേതൃത്വം നൽകിയത്. വീരശൈവ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ ലിംഗായത്തുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആ പോയിന്റ് ഒന്ന് നോക്കി വെക്കുക. വീരശൈവ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ ലിംഗായത്തുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ശിവഭക്തരായിരുന്ന ഇവർ ശിവലിംഗാരാധകരായിരുന്നു. ശിവഭക്തർ മരിച്ചു കഴിഞ്ഞാൽ എന്നേക്കുമായി ശിവനിൽ വിലയം പ്രാപിക്കുമെന്ന് ഇവർ വിശ്വസിച്ചിരുന്നു. ലിംഗായത്തുകൾ ജാതി വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയും തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നിവയെ എതിർക്കുകയും ചെയ്തിരുന്നു. ശൈശവ വിവാഹത്തെ എതിർക്കുകയും വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഈ ഭക്തി പ്രസ്ഥാനത്തിൽ സ്ത്രീകളും പങ്കാളികളായിരുന്നു. 24ാമത്തെ ചോദ്യം, വിജയനഗരത്തിലെ അമരനായകന്മാരെ കുറിച്ച് വിവരിക്കുക. വിജയനഗര സാമ്രാജ്യത്തിലെ സൈനിക മേധാവികളായിരുന്നു അമരനായകന്മാർ. വിജയനഗര രാജാക്കന്മാർ ഈ അമരനായകന്മാർക്ക് ഭരിക്കുവാനായി ചില പ്രദേശങ്ങൾ നൽകി. ഈ പ്രദേശങ്ങളെ അമരം എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ അമരത്തിന്റെ ഭരണം നിർവഹിച്ചു കൊണ്ടിരുന്നതിനാലാണ് ഇവരെ അമരനായകന്മാർ എന്ന് വിളിച്ചിരുന്നത്. അവർക്ക് അനുവദിച്ചു കിട്ടിയ പ്രദേശത്തുള്ള കൃഷിക്കാർ, കച്ചവടക്കാർ, കൈവേലക്കാർ എന്നിവരിൽ നിന്നും കരം പിരിക്കുവാനുള്ള അവകാശം അമരനായകന്മാർക്കുണ്ടായിരുന്നു. ഇങ്ങനെ ലഭിക്കുന്ന നികുതിയുടെ ഒരു ഭാഗം അവർ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. സ്വന്തമായി സൈന്യമുണ്ടായിരുന്ന ഈ അമരനായകന്മാർ രാജാക്കന്മാർക്ക് സൈനിക സഹായവും നൽകി വന്നിരുന്നു. 25ാമത്തെ ചോദ്യം, ഏതെങ്കിലും 4 തിണകളുടെ പേരെഴുതുക. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം എന്നിങ്ങനെ 5 തിണകളാണ് ഉണ്ടായിരുന്നത്. ഇവയിൽ ഏതെങ്കിലും 4 എണ്ണത്തിന്റെ പേരെഴുതിയാൽ മതി. നമുക്ക് തിണകൾ എന്താണെന്ന് ഒന്ന് നോക്കാം. സംഘകാലഘട്ടത്തിൽ പ്രദേശങ്ങളെ ഭൂമിശാസ്ത്രപരമായി വിവിധ മേഖലകളായി തരംതിരിച്ചിരുന്നു. ഈ മേഖലകളാണ് പൊതുവായി തിണ എന്നറിയപ്പെട്ടിരുന്നത്. തിണകളെക്കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കൂടുതൽ മനസ്സിലാക്കുക. ചോദ്യം 26, പഴശ്ശി സമരത്തെക്കുറിച്ച് വിവരിക്കുക. പഴശ്ശി സമരങ്ങൾ 2 ഘട്ടങ്ങളിലായാണ് നടന്നത്. 1793 മുതൽ 1797 വരെയായിരുന്നു ഒന്നാം പഴശ്ശി സമരം. ഇതിനു കാരണം ബ്രിട്ടീഷുകാരുടെ ചൂഷണാധിഷ്ഠിതമായ നികുതി നയവും മലബാറിലെ നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിരാജായിൽ നിന്ന് കുറുമ്പനാട് രാജാവിന് നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. ഇതേ തുടർന്ന് മലബാറിലെ വിവിധ വിഭാഗം ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ കലാപം നടത്തി. ഇതാണ് ഒന്നാം ഘട്ടം. എന്നാൽ 1797 ബ്രിട്ടീഷുകാർ പഴശ്ശിരാജായുമായി അനുരഞ്ജനത്തിൽ ഏർപ്പെട്ടതോടെ ഒന്നാം ഘട്ട സമരം അവസാനിപ്പിച്ചു. രണ്ടാം ഘട്ട സമരം ആരംഭിക്കുന്നത് 1800 1800 മുതൽ 1805 വരെയാണ് രണ്ടാം ഘട്ട
പഴശ്ശി സമരത്തിൻ്റെ കാലഘട്ടം. ഈ രണ്ടാം ഘട്ട സമരത്തിൽ മാവിലത്തോട്ടിൽ വെച്ച് പഴശ്ശിയെ ബ്രിട്ടീഷുകാർ വധിക്കുകയാണ് ഉണ്ടായത്. ഇതോടെ രണ്ടാം പഴശ്ശി സമരം അവസാനിക്കുകയും ചെയ്തു. അടുത്തത് 27 മുതൽ 29 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരം നൽകുക. 5 സ്കോർ വീതമാണ്. 27ാമത്തെ ചോദ്യം, ബുദ്ധമത തത്വങ്ങൾ ചുരുക്കി വിവരിക്കുക. നമുക്ക് ബുദ്ധമതവും അതിൻ്റെ തത്വങ്ങളെക്കുറിച്ച് നോക്കാം. ശ്രീബുദ്ധനായിരുന്നു ബുദ്ധമത സ്ഥാപകൻ. കപലവസ്തുവിനടുത്തുള്ള ലുംബിനി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ആദ്യകാല നാമം സിദ്ധാർത്ഥൻ എന്നായിരുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ നശ്വരത തിരിച്ചറിഞ്ഞ സിദ്ധാർത്ഥൻ ലൗകിക ജീവിതം ഒഴിഞ്ഞ് കൊട്ടാരം വിട്ടിറങ്ങി. ഈ സംഭവം മഹാപരിത്യാഗം എന്നറിയപ്പെട്ടു. പരമമായ സത്യം കണ്ടെത്താൻ ഇറങ്ങിത്തിരിച്ച സിദ്ധാർത്ഥന് ബോധിമര ചുവട്ടിൽ വെച്ച് ബോധോദയം ഉണ്ടായി. അതിനുശേഷം അദ്ദേഹം ബുദ്ധൻ അഥവാ തഥാഗതൻ എന്ന് വെച്ചാൽ സത്യം നേടിയവൻ എന്നറിയപ്പെട്ടു. ബുദ്ധമത തത്വങ്ങൾ പ്രകാരം ലോകത്തിലെ 4 സത്യങ്ങൾ ബുദ്ധൻ മുന്നോട്ട് വെച്ചു. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലോകം ദുഃഖമയമാണ്. ദുഃഖത്തിനുള്ള കാരണം ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയാൽ ദുഃഖത്തെ മറികടക്കാം. ആഗ്രഹങ്ങൾ ഇല്ലാതാക്കാൻ അഷ്ടാംഗ മാർഗങ്ങൾ അനുഷ്ഠിക്കണം. എന്നിങ്ങനെ 4 സത്യങ്ങളാണ് ബുദ്ധൻ മുന്നോട്ട് വെച്ചത്. ഇത് ആര്യ സത്യങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ബുദ്ധമത തത്വങ്ങളിൽപ്പെട്ടതാണ് അഷ്ടാംഗ മാർഗങ്ങൾ. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ശരിയായ വാക്ക്, ശരിയായ ജീവിതം, ശരിയായ ഓർമ്മ, ശരിയായ തീരുമാനം, ശരിയായ പ്രവൃത്തി, ശരിയായ പരിശ്രമം, ശരിയായ വീക്ഷണം, ശരിയായ ധ്യാനം. ഇവയെ അഷ്ടാംഗ മാർഗങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ബുദ്ധമതത്തെക്കുറിച്ച് ടെക്സ്റ്റ് ബുക്കിലെ 44 മുതൽ 47 വരെയുള്ള പേജുകളിൽ വിവരിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. അടുത്തത് 28ാമത്തെ ചോദ്യമാണ്. ഇന്ത്യ വിഭജനത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1909 മിൻഡോ മോർലി പരിഷ്കാരത്തിലൂടെ മുസ്ലിങ്ങൾക്ക് അനുവദിച്ച പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വർഗീയ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതായി കരുതുന്നു. തുടർന്ന് 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ ഈ സംവരണം വിപുലീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് സംവരണം ചെയ്ത് കിട്ടിയ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവസരവും അവർക്ക് ലഭിച്ചു. ഇത് സമുദായങ്ങൾ തമ്മിൽ എതിർപ്പും ശത്രുതയും വളരാൻ ഇടയാക്കുകയും ഇങ്ങനെ രൂപം കൊണ്ട വർഗീയതയുടെ അനന്തരഫലങ്ങൾ വിഭജനത്തെ സ്വാധീനിച്ചു എന്ന് കരുതുന്നു. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലുണ്ടായ ചില സംഭവങ്ങൾ ഇരു സമുദായങ്ങളും തമ്മിലുള്ള ശത്രുത വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് പള്ളിക്ക് സമീപമുള്ള സംഗീത പരിപാടികൾ, ഗോസംരക്ഷണ പ്രസ്ഥാനം, മറ്റു മതങ്ങൾ സ്വീകരിച്ചവരെ ഹിന്ദുമതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആര്യസമാജത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ശുദ്ധി പ്രസ്ഥാനം തുടങ്ങിയവ മുസ്ലിം സമുദായങ്ങളിൽ ആശങ്ക വളർത്തുകയുണ്ടായി. അതുപോലെ തന്നെ തബ്ലീഗ്, തൻസീം തുടങ്ങിയ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ വളർച്ച ഹിന്ദുക്കളിലും ആശങ്ക ഉളവാക്കി. അതേ തുടർന്ന് പലയിടങ്ങളിലും വർഗീയ ലഹളകൾ ഉണ്ടാവുകയും ചെയ്തു. ഈ സംഭവങ്ങളും വിഭജനത്തിലേക്ക് നയിച്ചതായി കരുതപ്പെടുന്നു. അടുത്തത് 29ാമത്തെ ചോദ്യമാണ്. 16 ജനപദങ്ങളിൽ മഗധ എന്തുകൊണ്ടാണ് ശക്തമായി തീർന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് മഗധയായിരുന്നു. ഇന്നത്തെ ബീഹാർ ഉൾപ്പെടുന്ന പ്രദേശമായിരുന്നു മഗധ. മഗധയുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ നിരവധി ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ഫലഭൂയിഷ്ടമായ മണ്ണ് കാർഷിക പുരോഗതിയെ സഹായിച്ചു. ഇരുമ്പയിരുകളുടെ ലഭ്യത ഇരുമ്പായുധങ്ങളും ഇരുമ്പ് ഉപകരണങ്ങളും യഥേഷ്ടം ലഭ്യമാക്കി. ആനകളുടെ ലഭ്യത യുദ്ധങ്ങളിൽ മേധാവിത്വം നൽകി. ഗംഗയും അതിൻ്റെ കൈവഴികളും ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തി. അജാതശത്രു, മഹാപത്മനന്ദൻ തുടങ്ങിയ ഭരണാധികാരികൾ മഗധയെ ശക്തമായ മഹാജനപദമാക്കി. മഗധയുടെ ആദ്യ തലസ്ഥാനമായ രാജഗൃഹവും രണ്ടാമത്തെ തലസ്ഥാനമായ പാടലിപുത്രവും തന്ത്രപ്രധാന കേന്ദ്രങ്ങളായിരുന്നു. ടെക്സ്റ്റ് ബുക്കിലെ 27ാമത്തെ പേജിൽ ഇതേക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് നോക്കി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് 30 മുതൽ 32 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 8 സ്കോർ വീതമാണ്. ഈ എസ്സേ ക്വസ്റ്റ്യനുകൾ നന്നായി പഠിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുക. 30ാമത്തെ ചോദ്യം, മോഹൻജൊദാരോയിലെ നഗരാസൂത്രണത്തെക്കുറിച്ച് വിവരിക്കുക. ഇത് 1ാമത്തെ പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്കിലെ 12 മുതൽ 14 വരെയുള്ള പേജുകളിലാണ് മോഹൻജൊദാരോയിലെ നഗരാസൂത്രണത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്.
ഇത് നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് പോവുക. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള എസ്എ ക്വസ്റ്റ്യൻ ആണ്. 31ാമത്തെ ചോദ്യം, അൽബറൂനിയുടെ രചനകളിൽ ഇന്ത്യയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് എപ്രകാരമാണ്? താഴെ സൂചനകൾ തന്നിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യകാല ജീവിതം, കിതാബുൽ ഹിന്ദ്, നേരിട്ട തടസ്സങ്ങൾ, ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള വിവരണം. ഇത് സഞ്ചാരികളുടെ കാഴ്ചകളിലൂടെ എന്ന 4ാമത്തെ പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ്. 56 മുതൽ 58 വരെയുള്ള പേജുകളിലാണ് അൽബറൂനിയെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് നന്നായി വായിച്ച് സൂചനകൾക്കനുസരിച്ച് ഉത്തരം എഴുതുക. അടുത്തത് 32ാമത്തെ ചോദ്യമാണ്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങളെക്കുറിച്ച് വിവരിക്കുക. ഇതിനും സൂചനകൾ തന്നിട്ടുണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കാം. നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം. മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും എന്ന 11ാമത്തെ പാഠത്തിലെ 151 മുതൽ 153 വരെയുള്ള പേജുകളിൽ ഇതേക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് നന്നായി വായിച്ച് ഉത്തരം എഴുതുക. ഈ തന്നിരിക്കുന്ന എസ്സേകളിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. 8 മാർക്കിന്റെ ചോദ്യമാണ്, അതുകൊണ്ട് ഇത് മൂന്നും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നല്ലതുപോലെ പഠിച്ച് പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലതുപോലെ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ. വിജയാശംസകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.